ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ മംസ് ഡെയിലി. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു സൂപ്പർ ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പി ആയിട്ടാണ്. നമ്മൾ എന്നും ഈ പുട്ട്, അപ്പം, ഇടിയപ്പം, ഇഡ്ഡലി, ദോശ അങ്ങനെയൊക്കെ ഉണ്ടാക്കിയിട്ട് ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു റെസിപ്പി നമുക്കൊന്ന് ട്രൈ ചെയ്തെന്നാൽ നല്ലതല്ലേ. അപ്പോൾ ഇന്ന് ഉണ്ടാക്കുന്ന റെസിപ്പി എന്ന് പറയുന്നത് നമ്മൾ സേമിയ വെച്ചിട്ടാണ്. സേമിയ വെച്ചിട്ട് നമുക്ക് അധികം ഓപ്ഷൻസ് ഒന്നുമില്ല, എന്നാൽ സേമിയം നമുക്ക് വെച്ചിട്ട് തന്നെ നല്ലൊരു സൂപ്പർ, അത് ഉണ്ടാക്കുന്നത് ആ ഒരു ടേസ്റ്റ് നമുക്ക് സേമിയ കൊണ്ടാണെന്നേ പറയത്തില്ല, അത്രയും സ്വാദായിട്ടുള്ളൊരു വിഭവമാണ്. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കാമെന്ന് നമുക്ക് പെട്ടെന്നൊന്ന് കണ്ടു നോക്കാം. അപ്പോൾ അതിനായിട്ട് ഞാൻ ഈ ഒരു കപ്പോളം ഉള്ള സേമിയാണ് എടുത്തിരിക്കുന്നത്, അല്ലെങ്കിൽ വെർമിസല്ലി എന്നൊക്കെ പറഞ്ഞിട്ട് കടയിൽ നിന്ന് മേടിക്കാൻ കിട്ടും. അപ്പോൾ അതാ ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. പാൻ ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്കും 1 ടീസ്പൂണോളം നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നെയ്യ് ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്കും നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന സേമിയ ഈ ഒരു നെയ്ക്കകത്ത് ഇട്ടിട്ട് നമുക്ക് നന്നായിട്ട് തന്നെ ഒന്ന് ഇളക്കിയെടുക്കണം. അപ്പോൾ ഒരു ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് തന്നെ നമുക്കിത് 1 മിനിറ്റോളം ഒന്ന് വഴറ്റിയെടുത്താൽ മതിയാവും. ചെറുതായിട്ടൊന്ന് ആ നെയ്യിലൊക്കെ ഒന്ന് പിടിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നിങ്ങളുടെ നമ്മൾ കടയിൽ നിന്നൊക്കെ മേടിക്കുന്ന സേമിയ ചിലപ്പോൾ ഒത്തിരി വലുതൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മുടെ കൈ വെച്ചിട്ടൊന്ന് ചെറുതായിട്ടൊന്ന് പൊടിച്ചു കൊടുക്കാം കേട്ടോ, ഒത്തിരി അല്ല, വളരെ കുറച്ച്. അപ്പോൾ ഇതാ ഞാനതൊന്ന് 1 മിനിറ്റോളം ഒന്ന് ഇളക്കി എടുത്തിട്ട് വരാം. ഇതാ അപ്പോൾ ഇവിടെ 1 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ ഈ വറുത്ത സേമിയ ഒരു പാത്രത്തിലോട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ ക്വാണ്ടിറ്റി ഇച്ചിരി കുറഞ്ഞു വരും നമ്മൾ വറുത്ത് കഴിയുമ്പം. അപ്പോൾ അത് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇതിന് വേണ്ടുന്ന മുട്ട ഒന്ന് തയ്യാറാക്കണം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഒരു 3 മുട്ടയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്കൊരു പാത്രത്തിലോട്ട് ഈ മുട്ട ഒന്ന് പൊട്ടിച്ചൊഴിക്കാം. ഇതിനകത്തോട്ട് ഒരു 1/4 ടീസ്പൂണോളമുള്ള മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു 1/4 ടീസ്പൂണോളമുള്ള കശ്മീരി ചില്ലി പൗഡർ അല്ലെങ്കിൽ സാധാരണ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂണോളമുള്ള കുരുമുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്തിട്ട് നമുക്ക് ഈ മുട്ട നന്നായിട്ട് ഒന്ന് അടിച്ചെടുക്കാം. ഇതാ മുട്ടപ്പം ഇവിടെ നന്നായിട്ടൊക്കെ ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്കിതൊന്ന് പൊരിച്ചെടുക്കണം. അപ്പോൾ അതിനായിട്ട് ഞാൻ നേരത്തെ നമ്മൾ സേമിയ വറുത്ത അതേ പാൻ തന്നെയാണ് എടുത്തിരിക്കുന്നത്. അതിനകത്തോട്ട് 1 ടീസ്പൂണോളമുള്ള വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്, അല്ലെങ്കിൽ സാധാരണ നമുക്ക് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിനകത്തോട്ട് നമ്മൾ ബീറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള മുട്ട ഒന്ന് ഒഴിച്ച് നന്നായിട്ടൊന്ന് ചിക്കി പൊരിച്ചെടുക്കണം. ഇതാ അപ്പോൾ ഇവിടെ 1 മിനിറ്റ് കഴിഞ്ഞു. നമുക്ക് ഈ മുട്ട നമുക്ക് ചെറുതായിട്ട് തന്നെ കുത്തിപ്പൊരിച്ചെടുക്കുകയാണ് നല്ലത്. ഇപ്പം ഞാനപ്പോൾ നമ്മുടെ കയ്യിൽ വെച്ചിട്ട് തന്നെ നമുക്കിങ്ങനെ കുഞ്ഞു കുഞ്ഞു പീസുകളാക്കി മാറ്റി വയ്ക്കാം. അപ്പോൾ അതവിടെ ഇരിക്കട്ടെ. ഇനി ഇതേ പാത്രത്തിൽ തന്നെയാണ് ഞാൻ ബാക്കിയുള്ള കാര്യങ്ങളും ചെയ്യുന്നത്. ഞാൻ 1 ടേബിൾ സ്പൂണോളമുള്ള എണ്ണ ഒഴിച്ചിട്ടുണ്ട്. അപ്പോൾ എണ്ണയൊന്ന് ചൂടായി വരുമ്പോഴത്തേക്കും 3 ചെറിയ കഷ്ണം പട്ടയും 1 ഗ്രാമ്പും ഇത്രയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇനി നിങ്ങൾക്ക് ഏലക്കയുടെ ഫ്ലേവർ ഇഷ്ടമാണെങ്കിൽ ഏലക്ക ചേർത്ത് കൊടുക്കാം കേട്ടോ, 1 2 ചേർത്ത് കൊടുക്കാം. ഇപ്പം ഞാൻ ചേർത്ത് കൊടുത്തിരിക്കുന്നത് ഒരു 1/4 ടീസ്പൂണോളമുള്ള നല്ല ജീരകം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഒരു 2 പച്ചമുളക് അല്ലെങ്കിൽ എരിവിനനുസരിച്ച് പച്ചമുളക് ചേർത്ത് കൊടുക്കാം. ഇനിയിപ്പോൾ ജീരകത്തിൻ്റെ ഫ്ലേവർ ഇഷ്ടമല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിന് പകരം കടുകാണെന്നുണ്ടെങ്കിലും ചേർത്ത് കൊടുക്കാം. ഞാനൊന്നൊരു ബിരിയാണി രീതിയിലാണ് ഉണ്ടാക്കുന്നത്, അതുകൊണ്ടാണ് ഒരു 1/4 ടീസ്പൂൺ ജീരകം ചേർത്ത് കൊടുത്തിരിക്കുന്നത്. നല്ലൊരു ഫ്ലേവർ കിട്ടും നമ്മുടെ ഈ ഒരു സേമിയ ബിരിയാണിക്ക്. അപ്പോൾ ഇനി ഇതിനകത്തോട്ട് ഞാൻ ഒരു സവോള ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമുക്കൊന്ന് 1 മിനിറ്റോളം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. സവോള ഒത്തിരി ഒന്ന് വഴണ്ട് വരേണ്ട കാര്യമില്ല കേട്ടോ. സവോളയുടെ നിറക്ക് മാറി തുടങ്ങിയിട്ടുണ്ട്. ഈ ഒരു സമയത്ത് ഞാൻ വെളുത്തുള്ളി, ഇഞ്ചി ചതച്ചതാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഞാനിവിടെ 1 വെളുത്തുള്ളിയും 1 ചെറിയ കഷ്ണം ഇഞ്ചിയുമാണ് ചതച്ചെടുത്തിരിക്കുന്നത്. അല്ലെങ്കിൽ നിങ്ങൾക്ക് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ആണെങ്കിലും ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതിൻ്റെ പച്ചമണം മാറുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ ഇതാ പച്ചമണക്കം മാറി വന്നിട്ടുണ്ട്. ഇനി ഇതിനകത്തോട്ട് ഞാൻ 1 തക്കാളിയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. അത് വലിയ പുളിയൊന്നും ഇല്ലാത്ത തക്കാളി ആയതുകൊണ്ടാണ് 1 ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇപ്പം നിങ്ങൾ എടുക്കുന്ന തക്കാളിക്ക് അത്യാവശ്യം പുളിയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു 1/2 തക്കാളി എടുത്താൽ മതിയാവും. അപ്പോൾ നമുക്കത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ ഇതാ തക്കാളിയൊക്കെ 1 മിനിറ്റോളം ഒന്ന് ഇളക്കി ചെറുതായിട്ട് സോഫ്റ്റ് ആവാൻ തുടങ്ങിയിട്ടുണ്ട്. ഈ ഒരു സമയത്ത് ഞാനൊരു 1/4 ടീസ്പൂണോളം ഉള്ള കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിനകത്ത് നമ്മൾ വേറെ മസാലകളൊന്നും ചേർക്കുന്നില്ല കേട്ടോ, ഈ ഒരു കുരുമുളക് പൊടി മാത്രമേ ചേർക്കുന്നുള്ളൂ. പിന്നെ തക്കാളിയൊക്കെ ഒത്തിരി അങ്ങ് വഴണ്ട് പോകേണ്ട കാര്യമില്ല, നമ്മളിനി ഇത് വെള്ളം ഒഴിച്ചൊന്ന് വേവിക്കുന്നുണ്ട്. അപ്പോൾ അല്പം സോഫ്റ്റ് ആയാൽ മതിയാവും. ഇനി ഇതിനകത്തോട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള വെജിറ്റബിൾസ് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ ഇതാ ഒരു അര കപ്പ് ഇല്ല കേട്ടോ, ഒരു 1/4 കപ്പിന് താഴെയുള്ളൂ. 1/4 കപ്പിന് താഴെയുള്ള ഗ്രീൻ പീസും വേവിച്ച ഗ്രീൻ പീസാണ്. അതുപോലെ തന്നെ ക്യാരറ്റ്, അത് ഞാൻ ജസ്റ്റ് ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുള്ളൂ. ഞാൻ ഈ വേവിച്ച ഗ്രീൻ പീസ് എന്ന് പറയാൻ കാരണം ഇത് ഫ്രോസൺ ആയിട്ട് ഇവിടെ കിട്ടുന്നതാണ്. അപ്പോൾ നിങ്ങളിപ്പോൾ ചേർക്കുവാണെന്നുണ്ടെങ്കിൽ ഒരു 1/4 ഭാഗം വെന്തിട്ടുള്ള ഗ്രീൻ പീസ്, പച്ച ഗ്രീൻ പീസ് ആയിരുന്നെങ്കിൽ 1/4 ഭാഗം ഒന്ന് വേവിച്ചിട്ട് ചേർത്ത് കൊടുത്താൽ മതി.
അപ്പോൾ ഇതാ നമ്മളിനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുന്നുണ്ട്. അതിനുശേഷം നമ്മൾ അല്പം വെള്ളം ഒഴിച്ചിട്ട് അതുപോലെ സേമിയ വേവാനും അതുപോലെ ഗ്രീൻ പീസും ഈ ഒരു ക്യാരറ്റും വേവാനും പാകത്തിനുള്ള വെള്ളം ഒഴിക്കണം. അതിനുശേഷം നമുക്ക് സേമിയ ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതാ ഈ പച്ചക്കറികളൊക്കെ 1 മിനിറ്റോളം ഞാൻ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിനകത്തോട്ട് ഞാൻ 1.5 കപ്പോളം വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഒഴിച്ചു കൊടുക്കുമ്പോൾ നന്നായിട്ട് തിളച്ച വെള്ളം തന്നെ ഒഴിച്ചു കൊടുക്കാൻ നോക്കുക. അതാകുമ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ ഇതായി കിട്ടും. നമ്മൾ ഈ ഒരു സേമിയ ഇട്ടിട്ട് ഒരു 2 മിനിറ്റിന് താഴെയുള്ള സമയം എടുക്കത്തുള്ളൂ ഇത് വെന്ത് ആയി കിട്ടാനായിട്ട് കേട്ടോ. അപ്പോൾ ഞാൻ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇതിനകത്തോട്ട് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കണം. ഉപ്പ് ചേർക്കുമ്പോൾ നമ്മൾ മുട്ടയ്ക്കകത്തൊക്കെ ഉപ്പ് ചേർത്തിട്ടുണ്ടെന്നുള്ളത് ഒന്ന് ഓർത്ത് വെക്കണം, അല്ലെങ്കിൽ ഉപ്പ് കൂടിപ്പോവും. അപ്പോൾ ഉപ്പും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. അതിനുശേഷം നമുക്ക് ഒന്ന് മൂടി വെച്ചിട്ട് ഒന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ ഇതാ ഇനി ആ ഒരു വെള്ളമൊക്കെ നന്നായിട്ടൊന്ന് തിളച്ച് വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഈ ഒരു സമയത്ത് നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന സേമിയ ഒന്ന് ഇട്ട് കൊടുക്കാം. അതിനുശേഷം നമുക്ക് ഒന്നും കൂടെ ഒന്ന് മൂടി വെച്ചിട്ട് ഒരു 1 മിനിറ്റോളം മതിയാവും. കാരണം ഈ സേമിയ പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും കേട്ടോ. കാരണം നമ്മൾ ഓൾറെഡി ഇത് വറുത്തിട്ടുള്ളതാണ്. നമുക്ക് ആ വെള്ളത്തിലൊക്കെ ഒന്ന് ഒരു വറ്റി കറക്റ്റായിട്ട് വരാനുള്ളൊരു സമയം മാത്രം കൊടുത്താൽ മതി. അപ്പോൾ ഇതാ ഞാനതൊന്ന് മൂടി വെക്കുന്നുണ്ട്. ഇതാ ഇപ്പോൾ ഇവിടെ 1 മിനിറ്റ് കഴിഞ്ഞു. ഇതാ നമ്മുടെ സേമിയ കൊണ്ടുള്ള ഒരു സൂപ്പർ ബ്രേക്ക്ഫാസ്റ്റ് ഇവിടെ റെഡിയാണ്. ഇതിപ്പോൾ ഞാൻ 1 കപ്പ് എടുത്തുള്ളത് കൊണ്ടാണ് നമുക്ക് വളരെ കുറച്ച് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഒത്തിരി പേരുള്ള വീട്ടിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ അതനുസരിച്ച് സേമിയയുടെ അളവ് കൂട്ടാം. അപ്പോൾ അതാ ഇതിനകത്തോട്ട് നമ്മൾ പൊരിച്ച് വെച്ചിരിക്കുന്ന ചിക്കി പൊരിച്ച് വെച്ചിരിക്കുന്ന മുട്ടയും കൂടെ ഞാൻ ചേർത്ത് കൊടുത്ത് ഒന്നും കൂടെ ഒന്ന് നന്നായി മിക്സ് ചെയ്യാം. ഇനി നിങ്ങൾക്ക് മല്ലിയിലയുടെ ഫ്ലേവറൊക്കെ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ മല്ലിയില ചേർക്കാം, അല്ലെങ്കിൽ കറിവേപ്പിലയുടെ ഫ്ലേവർ ഇഷ്ടമാണെങ്കിൽ കറിവേപ്പില ആണെങ്കിലും ചേർക്കാം. ഞാനിതൊന്നും ചേർത്തിട്ടില്ല. ഇത് കുഞ്ഞുങ്ങൾക്കൊക്കെ ഞാനിന്ന് നാളേക്ക് ലഞ്ച് ബോക്സ് ആയിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് ഇന്ന് ഉണ്ടാക്കി വെച്ചിട്ടുള്ളതാണ്. അപ്പോൾ ഇതാ ഞാനൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ട് വരാം. അപ്പോൾ അങ്ങനെ നമ്മുടെ സേമിയ ബിരിയാണി എന്ന് തന്നെ പറയാം. ശരിക്കും ഇതൊരു ബിരിയാണിയുടെ ടേസ്റ്റ് തന്നെയാണ്. അതുമാത്രമല്ല നമുക്ക് കുഞ്ഞുങ്ങൾക്ക് നൂഡിൽസ് എന്നൊക്കെ പറഞ്ഞ് കൊടുക്കാവുന്നതുമാണ്. കുഞ്ഞുങ്ങൾക്ക് ലഞ്ച് ബോക്സിനൊക്കെ എപ്പോഴും ഈ ചോറും അതുപോലെയുള്ള സംഭവങ്ങളൊക്കെ കഴിച്ച് മടുത്തിട്ടുള്ള കുഞ്ഞുങ്ങളാണെന്നുണ്ടെങ്കിൽ ഈ ഒരു റെസിപ്പി അവർക്ക് അല്ലെങ്കിൽ ഈ ഒരു ഡിഷ് അവർക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. നിങ്ങളപ്പോൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഇതിന് വേണ്ടി ഒത്തിരി വിഭവമൊന്നും വേണ്ട. അപ്പോൾ ഇങ്ങനെയാകുമ്പോഴത്തേക്കൊരു പ്രത്യേകത എന്ന് പറയുന്നത് കുഞ്ഞുങ്ങൾക്ക് ഇഷ്ടമുള്ള പച്ചക്കറികൾ ഒക്കെ നമുക്ക് ഇതിനകത്ത് ചേർത്ത് കൊടുത്തുന്ന ഒരു ഹെൽത്തി ഫുഡും കൂടിയാണിത്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇഷ്ടപ്പെടുവാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത്. അപ്പോൾ നമ്മുടെ ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് ഉടനെ തന്നെ കാണാം. അൻറ്റിൽ ദെൻ ബൈ.